ഹായ് ഗായ്സ്, മധുരകോട്ട് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യം, എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയണം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ചില നമ്മുടെ കുഞ്ഞുങ്ങൾ എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട്. അതായത് ചേച്ചി, ഐ എം യുവർ ന്യൂ സബ്സ്ക്രൈബർ എന്നും പറഞ്ഞുകൊണ്ട് ഡൗട്ടിലോട്ട് കിടക്കുന്നു. ചേച്ചി, എനിക്ക് ഇനി ഡൗട്ടുണ്ട്, ക്ലിയർ ചെയ്ത് തരുമോ? അപ്പം അങ്ങനെ കുറച്ച് മക്കൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് പറയുന്നു. അത് ഞാൻ ന്യൂ സബ്സ്ക്രൈബറാണ്, ചാനൽ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഡൗട്ട് ചോദിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് എന്താ എനിക്കൊന്ന് ക്ലിയർ ചെയ്യാൻ ഉള്ളതെന്ന് വെച്ചാൽ, ഓക്കെ, ഇതിപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, കുഞ്ഞുങ്ങൾ എൻ്റെ അനിയത്തിമാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, അത് എന്നെ ഡയറക്റ്റ് അറിയിച്ചതാണെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല, സന്തോഷം. കാരണം എനിക്കത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഫാമിലിയിലോട്ട് വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ചിലർക്കൊരു തോന്നലുണ്ടോ, അതായത് മദർഹുഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുള്ളൂ എന്നൊരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടായിട്ടാണോ അങ്ങനെ ഒന്ന് പറയുന്നേ എന്ന് എനിക്കൊരു തോന്നൽ. അതായത് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഞാൻ ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, അതുകൊണ്ട് എൻ്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ? അപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം കേട്ടോ. അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ, കാരണം ഇത് എൻ്റെ മാത്രം തോന്നലാണെന്ന് അറിയില്ല, അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾ മാറ്റിക്കോ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞോ. കാരണം എനിക്കിപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഏത് കുഞ്ഞുങ്ങളാണെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ പറയും. കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്രഗ്നൻസിയിൽ എല്ലാവർക്കും ഒത്തിരി ഡൗട്ട്സ് ഉള്ളവരാണ്. ഈവൻ എനിക്ക് പോലും നല്ല ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനത് പറഞ്ഞു കൊടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഒരു ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു യാതൊരു അർത്ഥവുമില്ല അല്ലേ? എന്തിനാ അങ്ങനെ എൻ്റെ ചാനൽ, എനിക്കതിൻ്റെ ഒരു ഗുണമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവർക്ക് മറുപടി കൊടുക്കുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു മനുഷ്യത്വമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, ഒരു മനുഷ്യത്വമില്ലാത്ത ആളായി പോകും ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടാണോ ചേച്ചി ഞാൻ ന്യൂ സബ്സ്ക്രൈബർ ആണ് എന്ന് പറയുന്നതെങ്കിൽ നിങ്ങളത് പറയണ്ട. നിങ്ങൾക്ക് ഡൗട്ട് കറക്റ്റായിട്ട് ചോദിച്ചോ. ഇനിയിപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബർ ആണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും എനിക്കറിയാവുന്ന എൻ്റെ അറിവിൻ്റെ പരിധിയിൽപ്പെട്ട ആൻസറുകളാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും നിങ്ങൾക്ക് ഞാനത് ക്ലിയർ ചെയ്ത് തരും, അതിന് ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ മക്കളിനി അത് ഓർത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല കേട്ടോ. അല്ലാണ്ട് എന്നെ ജസ്റ്റ് അറിയിക്കാനാണ്, ചേച്ചി ഞാൻ ന്യൂ സബ്സ്ക്രൈബർ ആണ്, ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നതിനാണെങ്കിൽ ഞാനും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ചെറിയൊരു ഐഡിയ, നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് വേണം. അത് നമുക്കെല്ലാവർക്കും ശരിക്കും നമ്മളെല്ലാവരും, അതായത് ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറൊരു ചാനലും കൂടെ തുടങ്ങുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബ്യൂട്ടി ടിപ്സ്, കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നതുണ്ട്. കുറച്ച് നാച്ചുറലായിട്ടും അല്ലാണ്ടുള്ളതും മേക്കപ്പ് പരമായിട്ടുള്ളതും കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നതുണ്ട്. ഞാൻ അപ്ലൈ ചെയ്തതുമുണ്ട്, ട്രൈ ചെയ്തതുമുണ്ട്, റിസൾട്ട് കണ്ടതുമുണ്ട്, റിസൾട്ട് കിട്ടാത്തതുമുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പല പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ എൻ്റെ അറിവിലുള്ളത്, അതായത് ഞാനിപ്പം വേറെ പലരിൽ നിന്നും അറിഞ്ഞിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പലരും പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം കുറേ പേരോട് ചോദിക്കും, ചേച്ചി നമ്മൾ വലിയവർക്കുള്ള ബ്യൂട്ടി ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു തരുമോ, നമ്മൾ എങ്ങനെയാണ് പ്രസവശേഷം ബോഡി ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേരെന്നോട് ചോദിക്കുന്നു. അപ്പം നമ്മുടെ വയറ് കുറയാനുള്ളത്, നമ്മുടേതായ ഡ്രസ്സിങ്, നമ്മുടെ ക്ലോത്ത്സൊക്കെ നല്ലത് എവിടെ നിന്ന് കിട്ടും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഓൺലൈൻ ബ്രാൻഡിയാണ്. അപ്പോൾ ഓൺലൈൻ സൈറ്റ്സിനെ കുറിച്ചൊക്കെ കുറേയൊക്കെ അത്യാവശ്യം, വലിയ അഹങ്കാരം പറയുന്നില്ല കേട്ടോ, കുറച്ചൊക്കെ അത്യാവശ്യം ഞാനിങ്ങനെ പർച്ചേസ് ചെയ്ത് ശീലമുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നല്ലത് എവിടെ കിട്ടും, ഇന്നതൊക്കെ എവിടെ കിട്ടും, ഇന്ന പ്രൊഡക്ട്സ് എവിടെ കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. കാരണം വെച്ചാൽ ഞാനത് വേറെ ചാനലായിട്ട് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, ഈ മദർഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസിയിലുള്ളവർക്കും നമ്മുടെ കുഞ്ഞ് അമ്മമാർക്കും നമ്മുടെ കുഞ്ഞു മക്കൾക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ഈ വലിയവരുടെ ബ്യൂട്ടി ടിപ്സ്, അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ ഷെയർ ചെയ്യുവാണെങ്കിൽ അതെല്ലാം കൂടി മിങ്കിളായി ഒരു അവിയൽ പരുവായി പോകും. അപ്പോൾ ഈ മദർഹുഡ് എന്നുള്ള പേരിന് ഒരു ഒരു വാല്യൂ ഇല്ലാണ്ടായി പോകുന്ന പോലെ എനിക്കൊരു ഫീൽ. അപ്പോൾ ഞാൻ ഓർത്തുന്നപ്പോൾ ഞാനൊരു വേറെ ചാനൽ തുടങ്ങുകയാണെങ്കിൽ
അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഭംഗിയാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം മാനിച്ചിട്ട് മാത്രമേ ഞാൻ തുടങ്ങുകയുള്ളൂ, അല്ലാണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തുടങ്ങില്ല. കാരണം എൻ്റെ അനിയത്തിമാരും എൻ്റെ ഫ്രണ്ട്സും തന്നെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാനിങ്ങനെ തുടങ്ങണതിൻ്റെ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ശരിക്കും നമ്മൾ വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പ് നമ്മൾ എന്തായിരുന്നു അതിൻ്റെ ഡബിൾ നമ്മൾ ഡെലിവറിക്ക് ശേഷം ഭംഗിയായിരിക്കണം. അതാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ചില ആൾക്കാർ നമ്മളോട് പറയുകയാണ്, എടാ നിന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മക്കളുടെ അമ്മയാന്ന് പറയൂലല്ലോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പറയുവേ ഇല്ലല്ലോ, അത്ര ചെറുപ്പമായിട്ട് ഇരിക്കുന്നല്ലോ, അല്ല അത്ര ഭംഗിയായിട്ടിരിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു രോമാഞ്ചം വരില്ലേ? ചെറുതായിട്ടെങ്കിലും നമ്മുടെ ഉള്ളിലൊരു സന്തോഷം വരും ഇല്ലേ? അത് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ്. എനിക്ക് സന്തോഷമാണ്, ടു ബി ഫ്രാങ്ക്, എനിക്ക് സന്തോഷമാണ്. അങ്ങനെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡെലിവറിക്ക് ശേഷമാണ് കുറച്ച് നന്നായിട്ട് നമ്മൾ എന്താ പറയുക, നമുക്ക് ആ പ്രഗ്നൻസിയോട് വന്ന കുറച്ച് നമ്മുടെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തടി, നമ്മുടെ വയറ്, അല്ലെങ്കിൽ നമ്മുടെ കവിള്, ഡബിൾ ചിൻ എല്ലാം നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ടതും ഡെലിവറിക്ക് ശേഷമാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. പിന്നെ ചിലരുണ്ട് നമ്മുടെ കുറച്ച് വിശുദ്ധന്മാർ, അതായത് നമ്മുടെ എന്താ പറയുക, സ്ട്രെച്ച് മാർക്കൊക്കെ കുഞ്ഞ് ജനിച്ചതിൻ്റെ പുണ്യമായി കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അവർ ട്രൈ ചെയ്യണ്ട, വേണ്ട, തിരിഞ്ഞു നോക്കുക വേണ്ട. പക്ഷെ അല്ലാണ്ട് ഞാൻ അടക്കമുള്ള പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് ഭംഗിയായിട്ട് നടക്കണമെന്നുള്ളൂ. ഡെലിവറിക്ക് ശേഷം കുറച്ച് ഭംഗിയായിട്ട് നടക്കണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ഇച്ചിരി വയറ് ചാടി അല്ലെങ്കിൽ ഒരു വലിയ കവളൊക്കെ വെച്ച് കുറച്ച് വണ്ണമൊക്കെ വെച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാർ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് പറയും, എന്ത് വയറാന്ന്, കുറച്ചുകൂടെ അല്ലെ കുറച്ച് ഭക്ഷണം കുറച്ചുകൂടെ എന്നൊക്കെ നമ്മൾ ഭർത്താക്കന്മാർ തന്നെ പറയും. എന്തിനും വേണ്ട, നമ്മുടെ മക്കൾ ഈ വലുതായി വരുന്ന മക്കൾക്ക് തന്നെ ഒരു നാണക്കേടായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വണ്ണവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പം നമ്മൾ തന്നെ സ്വയം എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യുന്ന അവനവൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നവർ എന്തായാലും ഡെലിവറിക്ക് ശേഷം ആ പ്രഗ്നൻസിയോട് വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ ശ്രമിക്കും. ഇല്ല പ്രഗ്നൻസിക്ക് മുമ്പ് വയറുണ്ടോ, പ്രഗ്നൻസിക്ക് മുമ്പ് തടിയുണ്ടോ, അതെല്ലാം നമ്മൾ ഡെലിവറിക്ക് ശേഷം മാറ്റാൻ ശ്രമിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി അങ്ങനെ ആഗ്രഹമില്ലാത്തവർ എൻ്റെ ഈ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ടോപ്പിക് ഇഗ്നോർ ചെയ്തോളൂ. പക്ഷെ ഞാൻ പറയുന്നു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, ഞാൻ കുറച്ച് ട്രൈ ചെയ്തിട്ടുമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ എൻ്റെ പണ്ടത്തെയൊക്കെ കോലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഞാൻ ഒരു സൗന്ദര്യത്തിനോട് യാതൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ PG ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ കുറച്ച് എന്താ പറയുക, കുറച്ച് സൗന്ദര്യം എന്നുള്ള ചിന്തയിലോട്ട്, സ്ത്രീയുടെ സൗന്ദര്യം എന്ന ചിന്തയിലോട്ട് ഞാൻ വരാൻ തുടങ്ങിയത്, കുറച്ച് ഒരുങ്ങാൻ തുടങ്ങിയത്. അപ്പം ഡെലിവറിക്ക് ശേഷം കുറച്ചും കൂടെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ ബോഡി ഒരിക്കലും വണ്ണം വെക്കരുത്. കാരണം എൻ്റെ ഉള്ള ബോഡി, ഈ ബോഡി തന്നെയായിരുന്നു എനിക്ക് എൻ്റെ ഇതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബോഡി എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം, അതിനപ്പുറം പോവരുത് എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രമിക്കും, നമ്മൾ കുറേ ശ്രമിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ അത് എങ്ങനെയൊക്കെ ശ്രമിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ വേറൊരു ചാനലിലൂടെ ഷെയർ ചെയ്യാം. ഇനി ചാനൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയുക, ഞാൻ ആ ചാനൽ എന്തെങ്കിലും ഒരു പേര്, നിങ്ങളൊരു പേരും കൂടെ എനിക്ക് സജസ്റ്റ് ചെയ്യുക ചാനലിൽ. എന്നിട്ട് അങ്ങനെ ഒരു ചാനൽ ഞാൻ തുടങ്ങാം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്ത് തരാം. നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, അത്യാവശ്യം മേക്കപ്പ്, ഓരോ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. യെസ്, ഇതൊക്കെ കഴിഞ്ഞു, എൻ്റെ ഇൻട്രോ കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ ഈ അമ്മമാർ കൊച്ചിന് ഫീഡ് ചെയ്തതിന് ശേഷം, ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളുടെ തോളെ തട്ടുന്നത് നിങ്ങൾ തട്ടി കൊടുക്കും, നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് എന്തിനാന്ന് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഇനി അറിയത്തില്ല, അപ്പം എന്തിനാണ് അത് തട്ടി കൊടുക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് അതിന് ബർപ്പ് ചെയ്യാന്ന് പറയും. അപ്പം ആ ബർപ്പ് ചെയ്യുന്നത് എന്തിനാണ്, കുഞ്ഞുങ്ങളുടെ ഏമ്പക്കം തട്ടിവിടുന്നത് എന്തിനാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡിലൂടെ നമ്മുടെ ദേഹത്തോട്ട് വരുന്ന ഗ്യാസൊക്കെ ഇല്ലേ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുമ്പം അതിലൂടെ അവർക്ക് കയറും, അവരുടെ ബോഡിയിലോട്ട് കയറും. അപ്പോൾ അവരുടെ വയറ്റിൽ നിന്ന് നമ്മളിതിങ്ങനെ തട്ടി ആ എയർ നമ്മളിങ്ങനെ തട്ടി കളയുന്നതാണ് നമ്മളിങ്ങനെ അവരുടെ പുറത്ത് തട്ടുന്നത് കാണുന്നത്. ഓക്കെ, അപ്പം ചില അമ്മമാരിങ്ങനെ പറയുന്നത് കേൾക്കാം, അതായത് കുഞ്ഞ് ഇങ്ങനെ സക്ക് ചെയ്ത് കഴിഞ്ഞ് ഫീഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം കുഞ്ഞ് വോമിറ്റ് ചെയ്യുന്നു, കക്കുന്നു എന്നൊക്കെ ഇങ്ങനെ
അമ്മമാർ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം അതിൽ അത് തന്നെ ആവണമെന്നില്ല, പക്ഷെ അതിൽ ഒരു കാരണം നമ്മൾ ബർപ്പ് ചെയ്യുമ്പം മീൻസ് പുറം തട്ടി കൊടുക്കുമ്പം ശരിക്കും അവരുടെ ഗ്യാസ് പോകാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ പുറം തട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഗ്യാസ് പോയി എന്നതിനുള്ള ഒരൊറ്റ എന്താ പറയുക തെളിവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇവരിങ്ങനെ പെട്ടെന്നൊരു ഒരു ഏമ്പക്കം വരും. നമ്മൾ കേട്ടില്ലേ കുഞ്ഞു പിള്ളേരുടെ ഏമ്പക്കം അത്രേ ഉള്ളൂ എന്നൊക്കെ ഒരു ഏമ്പക്കം അതങ്ങ് പോകും. അത് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്നുള്ള എയർ പോയി. ആ എയർ പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്കതൊരു ഗ്യാസായിട്ട് കെട്ടി ഇങ്ങ് വന്നിട്ട് ചിലപ്പോൾ കുടിച്ച പാലടക്കമായിരിക്കും ഇവർ വോമിറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിൻ്റെ ശരിയായ മെത്തേഡ് എന്താണ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന മെത്തേഡ് എനിക്ക് പോലും കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ പറയാം. ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബി ജാൻ എടുക്കാൻ ആവില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബേബി എല്ലാവരും കോമൺലി ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ഇങ്ങനെ എടുത്തു. കുഞ്ഞിൻ്റെ തല നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് ഇങ്ങോട്ടേക്ക് വേച്ച് പോകും. അത് വേക്കാതെ നമ്മുടെ തല ഇവിടെ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞിനെ ഇവിടുത്തെ മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കും കുഞ്ഞിനെ. അല്ലെങ്കിൽ ഒരു ബാലൻസ് ചെയ്യും, അല്ലെ തല ഇങ്ങനെ താഴെ നമ്മുടെ കവിള് കൊണ്ട് ഇവർ തല ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് അപ്പോൾ തല ഇളകൂല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് തട്ടി കൊടുക്കുക. നിങ്ങൾ കാണുന്നു, ഞാൻ കുറച്ചുകൂടെ അടുത്തിരിക്കാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് എല്ലാവരും തട്ടി കൊടുക്കുക. പക്ഷേ ഇതൊരു റോങ് മെത്തേഡാണ്. ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ വയറ് പ്രസ്സാകുന്ന ഭാഗത്തിന് നിന്നിട്ടാണ് നമ്മൾ ബർപ്പ് ചെയ്യേണ്ടത്, തട്ടി കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം കുഞ്ഞിനെ എല്ലാവരും ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഇതേ സ്ഥാനത്ത് കുഞ്ഞിനെ നമ്മൾ കുറച്ചും കൂടെ ഈ രണ്ട് കൈയും ഇതിന് മുകളിലോട്ട് വന്ന് ഇവരുടെ വയറ് നമ്മുടെ ഷോൾഡറിൽ പ്രസ് ചെയ്യണം. കണ്ടോ, ഇവരുടെ ഈ വയറ് കുട്ടി വയറ് നമ്മുടെ ഷോൾഡറിൽ പ്രസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ പൊക്കണം. പൊക്കിയപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, താഴേന്ന് പുറത്തിൻ്റെ താഴേന്നാണ് നമ്മൾ തട്ടി കൊടുക്കേണ്ടത്. ഇങ്ങനെ തട്ടി. പക്ഷെ തട്ടി കൊടുക്കുമ്പോൾ നമ്മൾ കൈ ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത്. അതായത് ഈ കൈ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നമുക്കിട്ടൊരു അടി തന്നാൽ നമുക്കത് വേദന എടുക്കും. അതേ സ്ഥാനത്ത് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിട്ട് ഇങ്ങനെ തന്നാൽ വേദന എടുക്കില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ പുറം തട്ടുമ്പോൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കണം. ഇത് കണ്ടോ, ഈ ഒരു എന്താ പറയുക, ഇതിനെന്താ പറയുക, കൂരയല്ലേ? ഓക്കെ, ഈ ഒരു അവസ്ഥയെ നമ്മുടെ കൈ പിടിക്കുക. അല്ലാണ്ട് ഇങ്ങനെ പിടിച്ചിട്ടല്ല, ഇങ്ങനെ കൈ മടക്കി പിടിച്ചിട്ട് ഇവിടെ തൊട്ട് താഴേന്ന് തുടങ്ങാവുള്ളൂ. മോളിൽ നിന്ന് താഴോട്ട് പോകരുത്. കാരണം നമുക്ക് താഴെയുള്ള ഗ്യാസാണ്, അവരുടെ വയറിലുള്ള ഗ്യാസാണ് നമുക്ക് പോകേണ്ടത്. അപ്പം അതുകൊണ്ട് കുഞ്ഞിനെതാ ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് കൈയും നമ്മുടെ പുറത്തിന് രണ്ട് കൈ ഇതുണ്ടോ, ഈ രണ്ട് കൈയും നമ്മുടെ പുറത്തിന് ഇവിടെ ആയിരിക്കണം, മുകളിലോട്ട്. ഇവരുടെ ഈ വയറെന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിൽ പ്രസ് ചെയ്യാൻ ഭാഗത്തിന് വെച്ചിട്ട് പുറം ഇങ്ങനെ തട്ടി കൊടുക്കുക. ഇങ്ങനെ ഒരു 1 2 3 1 2 3. കുഞ്ഞും കുറച്ചും കൂടി വിസ്താരമുണ്ട്. ഇപ്പം ഈ ഒരു ഡോളിന് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 4 തവണ 1 2 3 1 2 3 1 2 3 ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തട്ടുക. ഇതിങ്ങനെ തട്ടി കഴിയുമ്പോഴത്തേക്കും അവരുടെ ഗ്യാസ് എന്ന് പറഞ്ഞ് അവരെ ഏമ്പക്കം വിടും. ഓക്കെ, അപ്പം ഇതാണ് ശരിയായ മെത്തേഡ്. അതായത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടല്ല തട്ടേണ്ടത്. ഇങ്ങനെ വെച്ച് തട്ടിയാലും പോകുന്നവരുണ്ടാകും, പക്ഷേ ഒരു ശരിയായ മെത്തേഡ് ഇതല്ല. കാരണം എനിക്കും ഇതറിയത്തില്ലായിരുന്നു. ഞാനും അതായത് നമ്മുടെ കാരണന്മാരൊക്കെ ചെയ്യുന്നത് കാണുന്നതും എൻ്റെ ചേച്ചീൻ്റെ കുഞ്ഞുണ്ടായ സമയത്ത് കാണുന്നതും ഇങ്ങനെ ഷോൾഡറിൽ തല ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അപ്പോൾ എന്നെ സഹായിക്കാൻ ഒരു ചേച്ചി വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ചേച്ചിയാണ് പറഞ്ഞത്, അതായത് ഇങ്ങനെയല്ല മോളെ ചെയ്യേണ്ടത്, കുഞ്ഞിനെ എടുത്ത് 2 കൈയും എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് തോളയിൽ ഇട്ടിട്ട് വേണം, ഇങ്ങനെ ചെയ്തിട്ട് വേണം വയറ് നമ്മുടെ ഷോൾഡറിൻ്റെ ഇവിടെ, അതായത് നമ്മുടെ ഇവിടെ ഈ ഒരു വശത്ത് ഇവരുടെ വയറ് ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് നമ്മൾ തട്ടി കൊടുക്കുക. കൈ ഇങ്ങനെ ആയിരിക്കരുത്, കൈ ഇങ്ങനെ ആയിരിക്കുക. അങ്ങനെ തട്ടി കൊടുക്കുക. അങ്ങനെ ഒരു കുറച്ച് നേരം തട്ടുമ്പോഴത്തേക്കും ഗ്യാസ് പോകും. എന്നിട്ടും ഗ്യാസ് പോകാത്ത പിള്ളേരുകളുണ്ട്, അതൊക്കെ റെയർ കേസ്. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് തട്ടിക്കൊടുത്ത് അവരുടെ ഗ്യാസ് പോകും. അപ്പോൾ കൈ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ കൊട്ടാൻ ശ്രമിക്കുക. ഇങ്ങനെ പിടിച്ച് ചെയ്ത് അവരുടെ പുറം വേദന എടുക്കും. ഇങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, നമ്മുടെ അടുത്ത നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 3 മെത്തേഡാണ് കോമൺ ആയിട്ട് നമ്മൾ ഇതിന് ചെയ്യുന്നത്. ഇതിനപ്പുറം ഒരു മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്തോ, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ. എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് ആ ചേച്ചി പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇത്രയാണ്. അപ്പം നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് ഷോൾഡറിൽ കടത്തുക എന്നുള്ളതും, രണ്ടാമത്തെ കാര്യം ഇവരെ നമ്മുടെ മടിയിൽ ഇങ്ങനെ ഇരുത്തുക. മീൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മുടെ മടിയിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇരുത്തി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഈ ഒരു ഫേസിലെ ഇവരുടെ ഈ ഒരു താടിയിൽ നമ്മളിങ്ങനെ കൈ പിടിച്ചിരിക്കണം.
കാണുന്നുള്ളതാ. ഇവിടെ ഇങ്ങനെ നമ്മൾ കൈ പിടിച്ച് ഇവർ നമ്മുടെ മടിയിൽ ഇരിക്കുന്നു. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്തിട്ട് ഇവരിങ്ങനെ ചേരിച്ച് ഇങ്ങനെ കടത്തുക. ഇപ്പോൾ കണ്ടല്ലോ എൻ്റെ കൈ എവിടെ ഇരിക്കുന്നത്, ബേബീൻ്റെ താടിയെ ചിന്നിൻ്റെ അടിയിലാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവരിങ്ങനെ ചേരിഞ്ഞിരിക്കും. ഇവർ കറക്റ്റായിട്ട് ഇവിടെ ഇരുത്തുക, എന്നിട്ട് കഴുത്ത് ഇങ്ങനെ പിടിക്കുക. ഈ പറഞ്ഞ സെയിം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇവിടെ 1 2 3 4 1 2 3 4 1 2 3 4 അങ്ങനെ ചെയ്യാം. ഒരു മെത്തേഡ് അത്. അങ്ങനെ നമുക്കിപ്പോൾ ഷോൾഡറെ കടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റെഡി ആയിക്കോളും. ഓക്കെ, അപ്പം ഇത് ഒരു മെത്തേഡ്. പിന്നെ നമുക്ക് ഷോൾഡറൊക്കെ എടുത്ത് കടത്താൻ നമുക്കിപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയുള്ളവരുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇനി തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിനെ പാടെ നമ്മുടെ മടിയിലോട്ട് ഇങ്ങനെ കടത്തുക. ഓക്കെ, കാണുന്നുണ്ടല്ലോ, കുഞ്ഞിനെ അപ്പാടെ നമ്മൾ കല്ലിട്ട് മടത്തുക. അപ്പോഴും നമ്മുടെ കൈ ഇവരുടെ ചിന്നിൻ്റെ അടിയിലുണ്ടാവണം. ഓക്കെ, ഇങ്ങനെ തന്നെ എന്താ പറയുക, കുഞ്ഞിനെ സപ്പോർട്ട്, നമ്മുടെ കൈയുടെ സപ്പോർട്ട് ഇവിടെയാണോ ഉണ്ടാവേണ്ടത്. കുഞ്ഞിനെ ഇങ്ങനെ തന്നെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് കഴുത്തേലോട്ട് ഞെങ്ങി പോകരുത് കേട്ടോ, കുഞ്ഞിന് ശ്വാസം മുട്ടുന്ന അവസ്ഥയാവരുത്. ഇവിടെ മാത്രം ഈ താടിയിൽ അവിടെ കൈ ഇങ്ങനെ മാത്രം കൊടുത്തിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കടത്തിയേക്കുക. കുഞ്ഞിനെ ഇങ്ങനെ കടത്തിയിട്ട് കൈ സെയിം ഇങ്ങനെ തന്നെ പിടിക്കുക. ഇങ്ങനെ നിവർത്തി പിടിക്കരുത്, ഇങ്ങനെ മാത്രം പിടിക്കുക. 1 2 3 4 1 2 3 4 അങ്ങനെ ഒരു കുറച്ച് നേരം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഗ്യാസ് പോകുന്നോടം വരെ നമ്മളതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് 3 മെത്തേഡ് മനസ്സിലായല്ലോ. നമ്മുടെ കൈ ഈ ചിന്നിലായിരിക്കണം. ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ അതിൻ്റെ ഗ്യാസ് വേഗം തന്നെ റെഡിയായി പൊയ്ക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ 3 മെത്തേഡ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലരും ഇത് റോങ് ആയിട്ടാണ് ചെയ്യുന്നത്. കുഞ്ഞിനെ ബർപ്പ് ചെയ്യുന്നത് വളരെ റോങ് ആയിട്ടാണ് ചെയ്യുന്നത്, ഏമ്പക്കം വിടുന്നത്. അപ്പോൾ ഏമ്പക്കം കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ തന്നെ അവർ വോമിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞത്. ഇത് എന്താ പറയുക, നമ്മുടെ ന്യൂലി അമ്മമാർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇനി അല്ലാത്തവർക്ക് മീൻസ് എൻ്റെ വീട്ടിൽ എൻ്റെ ഇപ്പോൾ പറയാം, എൻ്റെ ചേച്ചിയുടെ സമയത്താണെങ്കിൽ കൂടെ അതിന് മുമ്പത്തെ സമയത്താണെങ്കിൽ കൂടെ ആരും ഇങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇങ്ങനെ കുഞ്ഞിനെ തൊളയിലോട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് നമ്മുടെ തല കൊണ്ട് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൊട്ടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് പാരൻസ് അല്ല, അമ്മമാർ അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു മെത്തേഡ് റോങ് ആണ്. എനിക്ക് ആ ചേച്ചിയാണ് പറഞ്ഞു തന്നത്. അപ്പം ഞാനത് നിങ്ങളെയും കൂടെ അറിയിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ തെറ്റായ രീതികൾ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അപ്ലൈ ചെയ്യാത്തയാണ് നല്ലത്. അപ്പം നമുക്ക് എല്ലാ അമ്മമാർക്കും ഉണ്ട് ഗ്യാസ് പോകുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് ഏമ്പക്കം. അപ്പം എല്ലാവരും സങ്കടമാണ്, അയ്യോ ഗ്യാസ് പോകുന്നില്ല, ഏമ്പക്കം പോകുന്നില്ല എന്നൊക്കെ അമ്മമാർ ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, എടി കുഞ്ഞിന് തട്ടിയിട്ടൊന്നും ഗ്യാസ് പോകുന്നില്ലല്ലോ, നീ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പറയും, കുറച്ച് പൊക്കിയിട്ട് കിടക്കുക, അങ്ങനെ എന്നോട് ചേച്ചി പറഞ്ഞതെന്നൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് പേര് പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. കാരണം കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ കക്കിക്കൊണ്ടേയിരിക്കുന്നു, മീൻസ് വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പാല്. അപ്പം അത് നിങ്ങൾ കുഞ്ഞിനെ ശരിയായിട്ട് ഏമ്പക്കം പോവാത്തതുകൊണ്ടാണ് ഒന്ന് സംഭവിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും വയറ്റിൽ ഡൈജസ്റ്റ് ആവാത്തതിൻ്റെ പേരിലുണ്ടാവാം അതും സംഭവിക്കുന്നത്. പക്ഷേ ഒരു കാരണം ഇതാണ്. ഈ ഒരു കാരണത്തിനുള്ള സൊല്യൂഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് വരുന്നതിൻ്റെയും മറ്റേ കോൺസ്റ്റിപ്പേഷൻ വരുന്നതിൻ്റെയും ഒക്കെ ഒരു സൊല്യൂഷനൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ വരാം, ഓരോന്നിനായിട്ട് ഞാൻ വരാം. ഇപ്പം നിങ്ങളിത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിലെന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞു, ഷോൾഡറിൽ ഇടുക, മീൻസ് കൈ രണ്ടും ഇവിടെ അവരുടെ വയറ് നമ്മുടെ ഇവിടെ ടച്ച് ചെയ്യാൻ പാകത്തിന്, മീൻസ് പ്രസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഇങ്ങനെ തട്ടി കൊടുക്കുക. കൈ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഒന്നാമത്തെ മെത്തേഡ് ഇത്. രണ്ടാമത്തെ മെത്തേഡ് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുത്തി ചിന്നതാ ഇങ്ങനെ പിടിച്ച് നമ്മുടെ മടിയിൽ ഇവർ ഇരിക്കുന്നു. അപ്പം നമ്മുടെ പുറം തട്ടി കൊടുക്കുക. മൂന്നാമത് അവരിങ്ങനെ കടത്തുന്നു. ഓക്കെ, ചിന്നിങ്ങനെ തല പൊക്കി പിടിച്ചിട്ടാണ് ചിന്നിങ്ങനെ പിടിക്കുന്നത്. തല പൊക്കി പിടിക്കുക, പുറത്ത് ഇങ്ങനെ തട്ടി കൊടുക്കുക. കൈ ഇങ്ങനെ തന്നെ ആയിരിക്കാം, ശ്രദ്ധിക്കുക, ഇങ്ങനെ ആവരുത്. കൈ കുഞ്ഞുങ്ങൾക്ക് വേദന എടുക്കും. ഓക്കെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോ. എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആർക്കെങ്കിലും എനിക്ക് ഇൻ കേസ് മിസ്സാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഞാൻ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കാവുള്ളൂ, അല്ലാണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്യുന്നതെന്ന് കരുതരുത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കില്ലടാ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.